പുഷ്പ 2 ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം 2 കോടിയിലേറെ പ്രീ സെയിൽസ് നടന്നിരിക്കുകയാണ്. തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ ദി റൂൾ ഡിസംബർ 5-നാണ് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ 12,000 സ്ക്രീനുകളിൽ എത്താനൊരുങ്ങുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും വേഗത്തിൽ 12 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ച ചിത്രമായി പുഷ്പ 2 മാറിക്കഴിഞ്ഞു. ബാഹുബലി 2, KGF 2, കൽക്കി 2898, AD തുടങ്ങിയ ചിത്രങ്ങളുടെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകളും പുഷ്പ 2 തകർത്തു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യദിന കളക്ഷൻ 200 കോടിക്ക് അടുത്ത് നേടിയേക്കും എന്നാണ് സൂചന. മൾട്ടിപ്ലക്സ് ശൃംഖലകളിൽ റിലീസ് ദിനത്തിൽ 20-ലധികം ഷോകൾ പുഷ്പയ്ക്കായി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന് വൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ സിംഗിൾ സ്ക്രീൻ കണക്കുകൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിനൊപ്പം പുഷ്പ 3 വരുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. സംവിധായകൻ സുകുമാർ തന്നെയാണ് ഹൈദരാബാദിൽ ചിത്രത്തിന്റെ പ്രീ റിലീസിന് എത്തിയപ്പോൾ ഇക്കാര്യം അറിയിച്ചത്. പുഷ്പ 3 എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പുഷ്പ 2-ന് വേണ്ടി നിങ്ങളുടെ ഹീറോയെ ഇതിനകം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എനിക്കൊരു 3 വർഷം കൂടി തന്നാൽ 3-ാം ഭാഗം ചെയ്യും എന്നുമാണ് സുകുമാർ പറഞ്ഞത്. പുഷ്പ 2-ന്റെ അവസാന ഭാഗത്ത് പുഷ്പ 3 അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന സ്ഥിരീകരിക്കപ്പെടാത്ത ചില റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടെ റസൂൽ പൂക്കുട്ടി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചതും വൈറലായിട്ടുണ്ട്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പുഷ്പ 3 എന്ന ബോർഡ് കാണാമായിരുന്നു. പോസ്റ്റ് പങ്കുവച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തെങ്കിലും ഈ ഫോട്ടോ എല്ലാ സിനിമാ ഗ്രൂപ്പുകളിലും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. പുഷ്പ 2-ന്റെ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. പുഷ്പ വൈൽഡ് ഫയർ ആണെന്ന ക്യാപ്ഷനോടുകൂടിയാണ് ട്രെയിലർ എത്തിയിരുന്നത്. അതിന് പിന്നാലെ കിസിക് ഗാനവും എത്തി. ഈ പാട്ടും ശ്രദ്ധ നേടി. ഒടുവിലെത്തിയ പീലിംഗ് സോങ്ങും സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിച്ചു കഴിഞ്ഞു. പുഷ്പയുടെ 2-ാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. പുഷ്പ 2 ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനകം തന്നെ 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞു പുഷ്പ 2 എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു ദൃശ്യവിസ്മയം തന്നെ തീർക്കുമെന്നാണ് ഇൻഡസ്ട്രി കണക്കുകൂട്ടുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദി റൈസ് 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദി റൂൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പം സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്.